എഴുകുമയിൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഇനിയും വൈകും. ലഹരിക്കടിമയായ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് നടപടികൾ വൈകുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യൽ നടത്തിയാൽ മാത്രമേ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. ലഹരിക്കടിമയായ പ്രതി കഴിഞ്ഞ ദിവസമാണ് അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതി ലോണാപ്പുകൾ ഉപയോഗിച്ചിരുന്നതായും ഇവിടെ നിന്നെടുത്ത വായ്പകളുടെ തിരിച്ചടവ് തുടർച്ചയായി മുടങ്ങിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളുമായി ഇയാൾ നിരന്തരം കലഹത്തിൽ ഏർപ്പെട്ടിരുന്നതായി വിവരങ്ങളുണ്ട്. ഇതാവാം സംഭവ ദിവസം ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ പ്രതി മാതാവിനോട് പണം ആവശ്യപ്പെട്ടിരുന്നതായും എന്നാൽ മാതാവ് ഇത് നിഷേധിച്ചതായും നാട്ടുകാർ പറയുന്നു. ഇതിനെ ചൊല്ലിയാവാം പിന്നീട് തർക്കത്തിൽ ഏർപ്പെട്ടതും തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് കരുതുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ പച്ചടിയിലുണ്ടായ കൊലപാതകം മദ്യത്തിനടിമയായി അവിടെ സഹോദരനായി തമ്മിൽ തർക്കവും അടിയും അത് പിന്നെ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു സംഭവമാണ് കഴിഞ്ഞ ഇടയിലുണ്ടായത്. അതുപോലെ തന്നെ ഇതും സമാന സാഹചര്യമാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ലഹരിയുടെ ഉപയോഗവും മദ്യത്തിന് അടിമയായ പ്രതി നൽകിയ മൊഴിപ്രകാരം പിശാചുകളിൽ നിന്നും മോചിപ്പിച്ച് മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്. ലഹരിക്കടിമയായ പ്രതി നൽകിയ മൊഴിയിൽ ഏറെയും പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് പരാമർശിച്ചത്. ഇതിനാൽ തന്നെയാണ് പ്രതിയുടെ മാനസികാരോഗ്യനില തൃപ്തികരമായ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് ഒരുങ്ങിയത്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുവാനായിരുന്നു മുമ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രതി ചികിത്സയിലായതിനാൽ ഇനിയും കസ്റ്റഡിയിൽ വാങ്ങുന്നത് നീളുമെന്നാണ് വിവരം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.